എന്തുകൊണ്ടായിരിക്കാം ടിപ്പു സുൽത്താൻ അല്ലെങ്കിൽ ഔറംഗസീബ് പോലെയുള്ള ഒന്നോ രണ്ടോ ആളുകളുടെ മേൽ ഹിന്ദുത്വ സർക്കാർ കുതിര കയറാൻ ശ്രമിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മമ്പുറം തങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ ഇടപെട്ട ആളാണ്. പക്ഷേ മമ്പുറം തങ്ങൾക്ക് ലഭിച്ച ഒരു സാമൂഹിക പ്രസക്തി, ഒരു സാമൂഹിക പിന്തുണ ഉണ്ട്. അതുപോലെ രാജാക്കന്മാരായാൽ എന്തായാലും അത്രത്തോളം പിന്തുണ ലഭിക്കാറില്ല എന്നായിരിക്കും അതിൻ്റെ ഉത്തരം. എങ്കിൽ പോലും മുഗൾ സാമ്രാജ്യം, ഡൽഹി സൽത്തനറ്റ്, അതുപോലെ തുഗ്ലക്ക് രാജവംശം, ഇതിലൊക്കെയുള്ള ഒരുപാട് രാജാക്കന്മാരുണ്ട്. അവർക്കെതിരെ ഇത്രത്തോളം ഈ വംശീയ വിദ്വേഷമൊന്നും ഇത്തരക്കാർ പുറപ്പെടുവിക്കാത്തതിൻ്റെ കാരണം എന്തായിരിക്കാം? ഇവർ രണ്ടുപേരിലെ മാത്രം ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം എന്തായിരിക്കാം എന്നാണ് ചോദ്യം. ഇത് ഒരു ഒറ്റയടിക്ക് ഉത്തരം പറയാവുന്ന ഒരു ചോദ്യമല്ല, വളരെ വിശാലമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ വിഷയങ്ങളൊക്കെ തന്നെ ഞങ്ങൾ PG ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുന്നത് 1-2 ആഴ്ചയെങ്കിലും ചർച്ച ചെയ്തിട്ടാണ്. അവർ ടിപ്പു സുൽത്താനെ കുറിച്ചാണെങ്കിലും ഔറംഗസീബിനെ കുറിച്ചാണെങ്കിലും ഈ പറയുന്ന മധ്യകാലഘട്ടത്തിലെ സുൽത്താനറ്റ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാസങ്ങളോളം തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. അതുപോലെ മുഗൾ കാലഘട്ടവും നമ്മുടെ സിലബസിൽ അങ്ങനെയൊക്കെയാണ് ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരൊറ്റ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം എന്നുള്ളതിൽ കുറുക്കി പറയുകയാണെങ്കിൽ ആ ചോദ്യത്തിൽ തന്നെ ഒരു പെശകുണ്ട്. കാരണം ഔറംഗസീബിനെയും ടിപ്പു സുൽത്താനെയും മാത്രമല്ല ഈ പറയുന്ന ആളുകൾ കൈകാര്യം ചെയ്യുന്നത്. അത് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഒരുപക്ഷെ മധ്യകാലഘട്ടം എന്ന് പറയുന്നത് ഞാൻ ഉത്തരേന്ത്യയിലെ പല സുഹൃത്തുക്കളും നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അവരുടെ യൂണിവേഴ്സിറ്റികളിലൊന്നും തന്നെ മധ്യകാലഘട്ടം പഠിപ്പിക്കുന്നതല്ല. പിന്നെ ബാക്കി പറയേണ്ടിയില്ലല്ലോ. മധ്യകാലഘട്ടം പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് ഇതിൽ ആരെയാണ് ഒഴിവാക്കുന്നത്, ആരെയാണ് ഏറ്റെടുക്കുന്നതെന്ന് പറയാൻ പറ്റും. അപ്പം പല യൂണിവേഴ്സിറ്റികളിലും, ഉത്തരേന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളിലും മധ്യകാലഘട്ടം എന്ന് പറയുന്നത് ബ്ലാങ്കാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് 10-25 വർഷം 20 വർഷമെങ്കിലും ആയിട്ട് അത് ബ്ലാങ്കായിട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഞാൻ പറയേണ്ടതില്ലല്ലോ. അപ്പം അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 1-2 ആളുകളെ വേറെ മാറ്റി നിർത്തുന്നു. അതാണ് സൗകര്യം. ഒരുപക്ഷെ എല്ലാവരെയും കൂടി കുറിച്ച് പറയുമ്പം പെട്ടെന്ന് പ്രശ്നങ്ങൾ വരും. അതിനിടക്ക് ചിലപ്പം താജ്മഹലിനെ കുറിച്ച് പറയും. താജ്മഹലിനെ കുറിച്ച് പറഞ്ഞാൽ അത് കുഴപ്പമില്ല, അത് ഏറ്റെടുക്കാൻ ആളിവിടെ ഉണ്ട്, അത്തരത്തിൽ ഇതൊരു തേജോ മഹാലയമാണ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് സ്വീകരിക്കപ്പെടുന്നു അല്ലേ? അപ്പോൾ ആ രീതിയിൽ വളരെ ടാക്ട്ഫുള്ളായിട്ടാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഒറ്റയടിക്ക് ചിലപ്പം മധ്യകാലഘട്ടത്തിലെ എല്ലാ രാജാക്കന്മാരെയും കുറിച്ച് പറയുമ്പം അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതേസമയത്ത് നിങ്ങൾ കണ്ടല്ലോ സിനിമ, അലാവുദ്ദീൻ ഖൽജിയെ കുറിച്ചുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ സിനിമയുടെ പേര് മറ്റേ സൂഫി, 2-3 കൊല്ലം മുമ്പ് സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. വളരെ ഹിറ്റായൊരു സിനിമ. അത് പിന്നെ അതിലെങ്ങനെയാണ് ഈ രാജാവിനെ ചിത്രീകരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത്രയും അപരിഷ്കൃതനായിട്ടുള്ള യുദ്ധക്കൊതിയനായിട്ടുള്ള ആളുകളൊക്കെ അരിഞ്ഞു വീഴ്ത്തുന്ന, ഹിന്ദുക്കളെ പ്രത്യേകിച്ച് അരിഞ്ഞു വീഴ്ത്തുന്ന ഒരു രാജാവായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും കാണും. നിങ്ങൾക്ക് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് എന്താണ് പൊതുവിലുള്ള ധാരണ, ഇന്ത്യയിലുള്ള ധാരണ എന്ന് ചോദിച്ചാൽ മനസ്സിലാവും. അദ്ദേഹം ഒരു ബുദ്ധിമാനായ വിഡ്ഢി എന്ന് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. മനസ്സിലായില്ലേ? ഇതാണ് ആധുനിക ഇന്ത്യയിലെ, അല്ലെങ്കിൽ ആധുനികതയുടെ ഒരു പ്രശ്നമാണിത്. ആധുനികത നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മാത്രമേ ഇതൊക്കെ കാണിക്കാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ റിപ്പബ്ലിക് TV-യിലെ അതിൻ്റെ അവതാരകൻ പറയും പോലെയാണ്, നിങ്ങൾ ദേശീയവാദിയാണോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ശത്രുവാണോ മിത്രമാണോ എന്നാണ് ചോദ്യം. അതിന് യെസ് ഓർ നോ എന്നുള്ള ഉത്തരമേ ഉള്ളൂ. ആ രീതിയിലാണ് നമ്മുടെ ഈ ആധുനികത, അതുപോലെ ദേശീയത, അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നൊരു കാര്യം. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ദേശീയതയുടെ പ്രശ്നങ്ങളാണിതെല്ലാം. ദേശീയതയാണ് ചരിത്രത്തെ ഈ മട്ടിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയതയും അതുപോലെ തന്നെ ചരിത്ര വിജ്ഞാനിയും തമ്മിൽ എത്രത്തോളം ഇഴയടുപ്പത്തിലാണ് എന്നുള്ളത് പാർത്ഥ ചാറ്റർജിയെ പോലുള്ള ആളുകൾ നേരത്തെ തന്നെ തുറന്നു കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ദേശീയത എന്ന് പറയുന്ന ഒരു അപകടം പിടിച്ച, അല്ലെങ്കിൽ അതിനെ ഒരു ഇടങ്ങേറാണെന്നാണ് ദേശീയ കവിയായിട്ടുള്ള നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തന്നെ ദേശീയ ഗീതം അവതരിപ്പിച്ചിട്ടുള്ള ടാഗോർ തന്നെ പറയുന്നത്. ദേശീയത എന്ന് പറഞ്ഞാൽ ഇത്രയേറെ ഇടങ്ങേറായിട്ടുള്ള മറ്റൊരു സാധനമില്ല എന്ന് പറഞ്ഞ് 1914-15 കാലത്താണ് അത് പറയുന്നത്. ഇന്ത്യയിലെ ദേശീയവാദം, ഗാന്ധിജിയൊക്കെ ഇത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യമാണ്. അപ്പോൾ ഈ ദേശീയതയുടെ രാഷ്ട്രീയത്തിൻ്റെ അപകടങ്ങൾ ഇതിനകത്തൊക്കെ പതിയിരിക്കുന്നുണ്ട്. നമ്മൾ കൂടുതൽ വായിക്കുമ്പോൾ ഇത് എത്രത്തോളം ഭീതിതമാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഹിസ്റ്ററിയിലേക്ക് നിങ്ങൾ ഇറങ്ങാത്തതുകൊണ്ടാണ് ഇവർ രണ്ടുപേരെ ഇത്തരത്തിലുള്ള ചിത്രീകരണത്തിലുള്ളൂ എന്ന് നമ്മൾക്ക് തോന്നുന്നത്. കൂടുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ കാലഘട്ടം തന്നെ എത്രത്തോളം ഇരുട്ടിലാണ് കിടക്കുന്നത് എന്നുള്ളത്.
ഒരു ഒരു കൂട്ടിച്ചേർക്കട്ടെ ഒരു കാര്യം. ഞാൻ നേരത്തെ പറയാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ്. പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ പിന്നെ എനിക്ക് ഉറക്കം വരില്ല. അതുകൊണ്ട് ഞാൻ പറയാണ്, ഈ ഇദ്ദേഹത്തെ കുറിച്ച് പഠിച്ചിട്ടുള്ള, അതായത് ഔറംഗസീബിൻ്റെ ക്ഷേത്രദംശനത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ചരിത്രകാരി ട്രഷ്കെ പറയുന്ന ഒരു കാര്യം, ട്രഷ്കെ അല്ല, സോറി, ഈറ്റൺ, റിച്ചാർഡ് ഈറ്റൺ ആണ് ഇന്ത്യയിൽ ഈ മത അല്ലെങ്കിൽ ടെമ്പിൾ ഡിമോളിഷനെ കുറിച്ച് പഠിച്ചിട്ടുള്ള, ആധികാരികമായിട്ട് പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയ ചരിത്രകാരൻ. അദ്ദേഹം പറയുന്നത് ഔറംഗസീബിൻ്റെ കാലഘട്ടത്തിൽ ഏകദേശം 1 ഡസൻ ക്ഷേത്രങ്ങൾ മാത്രമാണ് തകർക്കപ്പെട്ടത്. തൗസൻഡ്സ് ഇല്ല, ഹൺഡ്രഡ്സ് ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. 1 ഡസൻ, ചിലപ്പോൾ അതിൽ നിന്ന് 1-2 അധികം ഉണ്ടാവും. അത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നശിപ്പിക്കപ്പെട്ടത്. അതിൻ്റെ കാരണം ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന തർക്കങ്ങളായിരുന്നില്ല. സാറ് നേരത്തെ സൂചിപ്പിച്ചതിൻ്റെ തുടർച്ചയാണ്. കാരണം ഇന്ത്യയിൽ ക്ഷേത്രങ്ങളായിരുന്നു സമ്പത്തിൻ്റെ കേന്ദ്രം. ആ ക്ഷേത്രങ്ങൾ തകർക്കാൻ 7-8 നൂറ്റാണ്ട് മുതൽ തന്നെ ഇവിടെ ഓരോ രാജാവിൻ്റെ മന്ത്രിസഭയിലും ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു മന്ത്രിക്ക് തുല്യമായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ദേവോൽപാടന നായകൻ. ദേവോൽപാടന നായകൻ എന്ന് പറയുന്ന ഒരാൾ ആ സീറ്റിലുണ്ടായിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പണി? അദ്ദേഹത്തിൻ്റെ പണി എവിടെയൊക്കെയാണ് നല്ല ക്ഷേത്രങ്ങളിലെന്ന് നോട്ട് ചെയ്യുക, എന്നിട്ട് തക്കം കിട്ടുമ്പോൾ അവിടെ പോയി ആക്രമിക്കുക. അവിടെയുള്ള സ്വത്തും രത്നങ്ങളും, സ്വർണവും രത്നങ്ങളും മറ്റൊക്കെ അടിച്ചു കൊണ്ടുവരിക. അതിലൂടെയാണ് സാമ്രാജ്യം വർദ്ധിക്കുക, സാമ്രാജ്യം വികസിക്കുക, ഇവിടുത്തെ സമ്പത്ത് വർദ്ധിക്കുക എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഹിന്ദു രാജാക്കന്മാരാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹിന്ദു രാജാക്കന്മാർ തന്നെ ഇതിനൊരു പൊളിറ്റിക്കലായിട്ടാണ് കാണുന്നത്. ഇത് മാത്രമല്ല, സമ്പത്ത് കൊള്ളയടിക്കൽ മാത്രമല്ല, അവരെ അടിച്ചമർത്തുക, അവരെ പേടിപ്പിച്ച് നിർത്താനുള്ള ഒരു രീതി കൂടിയായിട്ടാണ്. തൻ്റെ ദേവന്മാരെ അടിച്ചമർത്തി കഴിഞ്ഞാൽ ആ രാജ്യത്തെ ജനങ്ങൾക്ക് പിന്നെ ആശ്രയമില്ല. അപ്പം പിന്നീട് വരുന്നത് പുതിയൊരു രാജാവാണ്. ആ രാജ്യത്തിൻ്റെ ആധിപത്യത്തിന് കീഴിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ക്ഷേത്രദംശനം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ആയുധമാണ്. അത് തന്നെയാണ് പിന്നീടുള്ള ഇവിടുത്തെ സുൽത്താനത്ത് ഭരണാധികാരികളും അതുപോലെ തന്നെ ഇവിടുത്തെ മുഗൾ രാജാക്കന്മാരും സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന വേർതിരിവൊന്നില്ല. ഹിന്ദു എന്ന് പറയുന്നത് തന്നെ ഒരു ബ്രിട്ടീഷ് കൺസ്ട്രക്റ്റാണ്. ബ്രിട്ടീഷുകാരുണ്ടാക്കിയിട്ടുള്ള ഒരു പദാവലിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഭാഷാപരമായിട്ട് എടുക്കുകയാണെങ്കിൽ അത് പേർഷ്യനാണ് ഹിന്ദു എന്ന് പറയുന്നത്. അത് നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത്, രേഖകളിൽ കൊണ്ടുവന്നിട്ടുള്ളത് ബ്രിട്ടീഷുകാരാണ്. 1860കളിൽ സെൻസസ് വരുമ്പോൾ മാത്രമാണ് ഹിന്ദു എന്ന് പറയുന്ന ഒരു പ്രയോഗം ഉണ്ടാകുന്നത്. അതുവരെയും ഹിന്ദുക്കളില്ല. വൈഷ്ണവർ, അല്ലെങ്കിൽ ശൈവർ, അതല്ലെങ്കിൽ മറാത്തികൾ, അതല്ലെങ്കിൽ രാജ്പുട്സ് എന്ന് പറയുന്ന വിഭാഗങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരിക്കലും ഹിന്ദു എന്ന് പറയുന്ന ഒരു ഹോമോജിനസ് ആയ ഒരു കാറ്റഗറിയെ ഇന്ത്യയിൽ കാണാൻ പറ്റില്ല. ഇപ്പോൾ പോലും നിങ്ങൾ ഞായറാഴ്ചത്തെ പത്രങ്ങളിലെ വിവാഹ പരിശോധിച്ചാൽ കാണാൻ പറ്റും, ഹിന്ദു നായർ അല്ലെങ്കിൽ ഈഴവ എന്നേ പറയുള്ളൂ. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെ മതത്തിൻ്റെതായ രീതിയിലുള്ള ശത്രുത ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള കാറ്റഗറീസ് നിലനിന്നിരുന്നില്ല. മറിച്ച് ഈ പറയുന്ന പ്രാദേശികം മറാത്തികൾ എന്നുള്ള രീതിയിലോ രാജ്പുട്സ് എന്നുള്ള രീതിയിലോ അതല്ലെങ്കിൽ സിസോഡിയ എന്ന് പറയുന്ന രീതിയിലോ ഒക്കെയുള്ള ജനവിഭാഗങ്ങളാണ്. അവരെ ആക്രമിച്ചതിന് രാഷ്ട്രീയ കാരണങ്ങളായിരുന്നു പ്രധാനം. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ബനാറസിലുള്ള ക്ഷേത്രം ആക്രമിക്കാനുണ്ടായിരുന്ന കാരണം അവിടുത്തെ ജയ്സിംഗ് എന്ന് പറയുന്ന ഒരു നോബിൾ, അന്നത്തെ ഈ ഒരു രാജ്പുട്ട്, അദ്ദേഹത്തിൻ്റെ പിതാമഹനായിട്ടുള്ള രാജാ മാൻസിംഗ് ആണ് ആ ക്ഷേത്രം ഉണ്ടാക്കിയത്. അത് അക്ബർ ഉണ്ടാക്കിച്ചു കൊടുത്താണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ ശിവജിയെ പിടിച്ചുകൊണ്ട് വന്ന ശിവജിയെ പുറത്തേക്ക് പോകാൻ സഹായിച്ചത് ഈ പറയുന്ന ജയ്സിംഗ് ആണ് എന്നുള്ള ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ ബനാറസിലെ ക്ഷേത്രം ഔറംഗസീബ് ആക്രമിക്കുന്നത്. ആ രീതിയിലാണ് എല്ലാ ക്ഷേത്രങ്ങളുടെയും ആക്രമണത്തിൻ്റെ പിന്നിലുണ്ടായിരുന്ന കാര്യങ്ങൾ. അത് പൊളിറ്റിക്കലായിരുന്നു, ഒരിക്കലും അത് മതപരമായിരുന്നില്ല എന്നുള്ളതാണ് ഹിസ്റ്റോറിയൻസ് എല്ലാവരും തന്നെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിലപാടെടുക്കുന്ന ചരിത്രകാരന്മാരെല്ലാവരും തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിലുള്ള ഒരു വായനയിലേക്കാണ് പോകേണ്ടത്. മതപരമായ വായനയെ മാറ്റിവെച്ച് മതേതരമായിട്ടുള്ള ചരിത്ര വായനയിലേക്ക് പോകുമ്പോഴാണ് ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രവും യഥാർത്ഥ ചിത്രവും മനസ്സിലാവുക എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഞാൻ ഈ ഒരു കാര്യത്തിലൊന്ന് കൂട്ടിച്ചേർത്തോട്ടെ. അദ്ദേഹം ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഈ ചില ആളുകളെ മാത്രം ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട്. അതിലൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 2014 ശേഷം 3 തവണയായിട്ടാണ് നോർത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളുടെ സിലബസ് പരിഷ്കരണങ്ങൾ നടന്നത്. അത് 3-നകത്ത് നമ്മൾ കാണുന്നൊരു കാര്യം, പ്രാചീന ചരിത്രം എന്ന് പറയുന്ന ആൻഷ്യൻ്റ് ഹിസ്റ്ററി എന്ന പേരിലൊരു ഭാഗമാണ് അതിവിപുലമായി പഠിപ്പിക്കുന്നത്.
അതായത് ഡിഗ്രി 3 വർഷം, ഇപ്പോൾ 4 വർഷമാണ് മിക്കവാറും ക്യാമ്പസുകളിൽ, പിന്നീട് പോസ്റ്റ് ഗ്രാജുവേഷനും ആയിട്ട് കുട്ടികൾ പഠിക്കേണ്ട മൊത്തം സിലബസിൻ്റെ 72% ആണ് ഇപ്പോഴത്തെ കണക്ക് ആൻഷ്യൻ ഹിസ്റ്ററി മാത്രമാണ് പഠിക്കുന്നത്. പ്രാചീന ചരിത്രം എന്നുള്ള പേരാണ്. പ്രാചീന ചരിത്രത്തിന് അവർ വെച്ചിരിക്കുന്ന മിക്കവാറും റഫറൻസ് പേപ്പറുകൾ, അതോടൊപ്പം തന്നെ ഒപ്പമുള്ള നമ്മൾ പറയുന്ന സഹായക ഗ്രന്ഥങ്ങളായിട്ട് വെക്കുന്ന ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റ് നമ്മൾ പരിശോധിച്ചാൽ മിക്കവാറും എല്ലാം സംസ്കൃത ഗ്രന്ഥങ്ങളാണ്. പുരാണങ്ങൾ, ഉപനിഷത്തുകളൊക്കെ വെച്ചുകൊണ്ടാണ് ബനാറസ് യൂണിവേഴ്സിറ്റിയൊക്കെ ചരിത്രം പഠിപ്പിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം ഈ 72% പ്രാചീന ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മോഡേൺ ചരിത്രം, അതായത് ബ്രിട്ടീഷുകാരും വന്നതിന് ശേഷം അത് ബ്രിട്ടീഷ് സമരവും പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കും. ബ്രിട്ടീഷുകാർക്കെതിരായ സമരം പറയുമ്പോഴും പല പ്രശ്നങ്ങളുണ്ട് ഈ ചരിത്രം പഠിപ്പിക്കുന്നവർക്ക്. അതുകൊണ്ട് അത് ഒഴിവാക്കി പിന്നെ ഇങ്ങോട്ടുള്ള ചരിത്രം മാത്രം പറയാനേ പിന്നെ സമയമുള്ളൂ. ഇപ്പോൾ പഠനഭാരം ചുരുക്കണം എന്നൊക്കെയാണ് ഇതിന് പറയുന്ന കുറേ ന്യായങ്ങൾ. അത് വളരെ വിചിത്രമായ ന്യായങ്ങളാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മധ്യകാല ചരിത്രമേ ഇല്ല. ഇപ്പോൾ സാറ് പറഞ്ഞത് സത്യമാണ്. ഒരു ശതമാനം പോലും മധ്യകാല ചരിത്രം പഠിപ്പിക്കാത്ത യൂണിവേഴ്സിറ്റികൾ ഇന്ന് നോർത്ത് ഇന്ത്യയിൽ നിറച്ചുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന 1-2 ആളുകളൊന്നുമല്ല, അത് നമുക്ക് ഇവിടുന്ന് തോന്നുക. 1-2 ആളുകളൊന്നുമല്ല, മധ്യകാല ചരിത്രം തൊടണ്ട എന്ന അവസ്ഥ വന്നിട്ടുണ്ട്. സാറ് പറഞ്ഞൊരു പോയിന്റോട് ഒന്ന് കൂട്ടിച്ചേർക്കാനുള്ള ഇതാണ്, അതായത് ഈ നാഷണലിസം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചുള്ള വ്യവഹാരങ്ങളും അതിൻ്റെ ഒരു ടോട്ടൽ ഫ്രെയിംവർക്കിനകത്ത്, അതിൻ്റെ ഒരു പാരഡൈമിനകത്താണ് ഈ ചർച്ചകളല്ല. അതിപ്പോൾ ടിപ്പു സുൽത്താൻ ആയിക്കോട്ടെ, ഔറംഗസേബ് ആയിക്കോട്ടെ, താജ്മഹൽ ആയിക്കോട്ടെ, ഇത്തരം ചർച്ചകളെല്ലാം തന്നെ അതിനകത്താണ് ചരിത്രത്തിൻ്റെ അക്കാദമിക് വ്യവഹാരത്തിനകത്ത് വരുന്നത്. അപ്പം നാഷണലിസത്തെക്കുറിച്ച് നമ്മൾ പൊതുസമൂഹത്തിനിടയ്ക്ക് ഈ പോപ്പുലർ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു റോ ഉണ്ട്. അത് നമ്മൾ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ആളുകൾ ചരിത്രത്തിൽ അത്ര പ്രാധാന്യത്തോടെ കാണുന്ന ഒരു സ്ട്രീമല്ല. അപ്പോൾ ഈ പോപ്പുലർ ഹിസ്റ്ററിക്കാർ പലപ്പോഴും വളരെ ലീനിയറായ ചില കാര്യങ്ങളാണ് നാഷണലിസത്തെക്കുറിച്ച് മുന്നോട്ട് വയ്ക്കുക. ഇപ്പം നാഷണലിസം ഒരു ആൻറ്റി കൊളോണിയൽ ആയിട്ടുള്ളൊരു പദ്ധതി മാത്രമാണ്. അതിൽ ശരിയുണ്ട്, ചരിത്രകാരന്മാർ നോക്കുമ്പോൾ അതിലും ശരിയുണ്ട്. പക്ഷെ അതിലും കുറച്ച് തെറ്റുമുണ്ട്. അത് മാത്രമായിരുന്നു നാഷണലിസം എന്ന് പറഞ്ഞാൽ അങ്ങനെ നാഷണലിസത്തെക്കുറിച്ചുള്ള പഠിക്കുന്നവർ അംഗീകരിക്കില്ല. അപ്പം നാഷണലിസത്തെക്കുറിച്ചുള്ള പഠനങ്ങൾക്കകത്ത് ഇന്ത്യൻ നാഷണലിസം എന്ന് പറയുന്നത് ഒരുപാട് ധാരകളുടെ ഒരു സംയോജനമാണ്. ഇപ്പോൾ യൂറോപ്യൻ നാഷണലിസത്തെക്കുറിച്ച് എറിക് ഹോബ്സ്ബോമിനെ പോലെ അല്ലെങ്കിൽ ബെനഡിക്റ്റ് ആൻഡേഴ്സനെ പോലുള്ളവരുടെ ചില പഠനങ്ങളൊക്കെ മുൻനിർത്തിയാണ് സാധാരണ പഠിക്കുക. വളരെ വിശദമാണ്, അപ്പോൾ അതിനൊന്നും നമുക്ക് സമയമില്ല. ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ്, ഇൻവെൻറ്റഡ് ട്രഡീഷൻസ് എന്നൊക്കെ പറയുന്ന ഐഡിയകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ 3ാം ലോക രാജ്യങ്ങളിലത്തെ നാഷണലിസത്തെ പറ്റി പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ ചരിത്രത്തെ പറ്റി പഠിക്കുമ്പോൾ, അതിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഉണ്ടായതിനെ കുറിച്ചുള്ള ചരിത്ര പാഠങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അത് നമ്മൾ കേംബ്രിഡ്ജ് ഹിസ്റ്റോറിയൻസ്, കേംബ്രിഡ്ജ് റീഡിംഗ് ഓഫ് നാഷണലിസം എന്ന് പറയും. അതിനകത്ത് തന്നെ വേറൊരു സ്ട്രീം നമ്മൾ നിയോ കേംബ്രിഡ്ജ് സ്കൂൾ ഓഫ് നാഷണലിസം എന്ന് പറയും. മാക്സ് മുള്ളറെ പോലുള്ളവർ മുന്നോട്ട് വെച്ചൊരു ഐഡിയ. മറ്റൊന്ന് ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്ക് നാഷണലിസം എന്ന് പലപ്പോഴും നമ്മൾ വ്യവഹരിക്കുന്ന, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഓൾമോസ്റ്റ് ഒരു സ്കൂൾ മുതൽ PG വരെ പഠിച്ചു പോരുന്ന ഒരു നാഷണലിസത്തെ പറ്റിയിട്ടുള്ളൊരു പാഠമുണ്ട്. സ്വാതന്ത്ര്യ സമരമൊക്കെ ചേർന്ന് അങ്ങനെ ഗാന്ധി, നെഹ്റു എല്ലാവരും ചേർന്നുകൊണ്ട് ഇന്ത്യ ഉണ്ടാക്കി എന്ന് പറയുന്നൊരു പാഠമുണ്ട്. അത് ഒട്ടും പൂർണ്ണമായിട്ടും തെറ്റാണെന്നല്ലോട്ടോ ഞാൻ പറയുന്നത്. അത് ബിപിൻ ചന്ദ്രയൊക്കെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു മെയിൻ സ്ട്രീം നാഷണലിസത്തെ കുറിച്ചുള്ള റീഡിംഗ് ആണ്. അതല്ലാതെയും ഇന്ത്യൻ ദേശീയതയെക്കുറിച്ച് അനേകം പാഠങ്ങൾ ഇന്ന് ചർച്ചയിലുണ്ട്. അതാണ് കാണേണ്ടത്. ഇപ്പൊ ദളിത് ബഹുജൻ റീഡിംഗ് ഓഫ് നാഷണലിസം, അല്ലെങ്കിൽ സബാൾട്ടേൺ, സബാൾട്ടേൺ എന്നതിൻ്റെ കൃത്യം പരിഭാഷയാണോ കീഴാളം എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്, അത് മറ്റൊരു വിഷയമാണ്. എനിവേ, സബാൾട്ടേൺ റീഡിംഗ് ഓഫ് നാഷണലിസം, മാർക്സിസ്റ്റ് റീഡിംഗ് ഓഫ് നാഷണലിസം, അത് മുൻപ് തന്നെ ഉണ്ട്. മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ മുന്നോട്ട് വയ്ക്കുന്ന ഈ പറയുന്ന ദേശീയതാ പാഠങ്ങളൊക്കെ പരസ്പരം പല വിയോജിപ്പുണ്ടെങ്കിൽ അതൊക്കെ ചില ചരിത്രപരമായ വസ്തുതകളുടെയും ഉപാദാനങ്ങളുടെയും മുന്നിൽ നിന്നുകൊണ്ടാണ് വികസിച്ചു വന്നിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവർ വെക്കുന്ന ഈ ചരിത്രപാഠമല്ലോ, സാംസ്കാരിക ദേശീയത, അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട്, അതിൻ്റെ ഒരു പാരഡൈമിൽ നിന്നുകൊണ്ടാണ് ടിപ്പു സുൽത്താൻ ക്ഷേത്രധ്വംസകരും മതതീവ്രവാദിയും മറ്റേ ഇങ്ങനെ അവർ സ്ഥിരം വെക്കുന്ന ഈ നരേഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഔറംഗസേബ് ഇങ്ങനെയും ഒക്കെ വെക്കുന്നത്. ഔറംഗസേബ് 50 വർഷത്തിന് മുകളിൽ അല്ലേ സാർ ഏറ്റവും ചുരുങ്ങിയത് ഭരിച്ചിട്ടുണ്ടാവും. 49 വർഷം, ഓൾമോസ്റ്റ് 50 years, 49 വർഷമാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലം. ജനങ്ങൾക്കിടയ്ക്കൊന്നും മോശമായ റിപ്പോർട്ടുകളില്ല. എന്നിട്ടാണ് ഇത് എന്ത് വെച്ചിട്ടാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ഔറംഗസേബ് 17 വർഷത്തിൽ താഴെയാണ് ആകെ ഒരു സമാധാനപരം എന്ന് അപ്പോഴും പറഞ്ഞുകൂടാ, പൂർണ്ണ ഭരണം കിട്ടിയൊരു സമയം 17 വർഷത്തിൽ താഴെയാണ് ടിപ്പുവിന്. അതിൽ തന്നെ ശ്രീരംഗപട്ടണം സന്ധി കഴിഞ്ഞതിന് ശേഷം വളരെ ചെറിയൊരു സമയമാണ് രാജ്യത്തിനകത്തെ പ്രവർത്തനങ്ങൾ ടിപ്പുവിന് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് ടിപ്പുവിൻ്റെ ഭൂനയങ്ങളുടെ പരിഷ്കരണം വളരെ വ്യത്യസ്തമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ജന്മായത്ത അവകാശങ്ങളെ റദ്ദ് ചെയ്തുകൊണ്ട്
കർഷകർക്ക് വലിയ തോതിൽ ടിപ്പു നടത്തിയ മാറ്റങ്ങൾ പഠിക്കപ്പെടേണ്ടതാണ്. ഫാക്ടറികളുടെ നിർമ്മാണം, യുദ്ധക്കപ്പലുകളുടെ നിർമ്മാണം, റോക്കറ്റിൻ്റെ നിർമ്മാണം. അത് ഈ അബ്ദുൽ കലാം എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പോലും എഴുതുന്നുണ്ട്. ആദ്യമായി റോക്കറ്റുകളെ പറ്റി അദ്ദേഹം പഠിക്കുന്ന റോക്കറ്റുകൾ ഉണ്ടാക്കുന്നത്. അതിനുശേഷമാണ് ബ്രിട്ടീഷുകാർ പോലും റോക്കറ്റുകൾ ഫ്രഞ്ചുകാർക്കെതിരെ ഉപയോഗിക്കുന്നത്. ഒരു മികച്ച എഞ്ചിനീയർ കൂടിയായിരുന്നു ടിപ്പു എന്ന് പറയുന്നത്. ടിപ്പു ആ തരത്തിൽ നടത്തിയ ഒരുപാട് മാറ്റങ്ങളുണ്ട്. നാണയ വ്യവസ്ഥയിൽ നടത്തിയ മാറ്റങ്ങൾ, കാർഷിക രംഗത്ത് നടത്തിയ മാറ്റങ്ങൾ, കൃഷി എങ്ങനെ ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള ആധുനികവൽക്കരണത്തിൽ നടത്തിയ മാറ്റങ്ങൾ, അണക്കെട്ടുകളുടെ നിർമ്മാണം, ഇങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ ഒരു പീരീഡിൽ. ഇത് നമ്മൾ പഠിക്കുകയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം, നാഷണലിസത്തെക്കുറിച്ചുള്ള ഈ പാരഡൈമിലെ മുൻപുള്ള അക്കാഡമിക് ചർച്ചകളെ മുഴുവൻ റദ്ദ് ചെയ്തുകൊണ്ട് സാംസ്കാരിക ദേശീയത എന്ന ഇറ്റ്സ് ജസ്റ്റ് എ ഫീലിംഗ് എന്ന് പറയും. അതൊരു ഫീലിംഗ് മാത്രമാണ്. അതൊരിക്കലും ഒരു അക്കാഡമിക് ചരിത്രരചനയിൽ ഒരു തരത്തിലും ഐഡൻറ്റിറ്റി ഇല്ലാത്ത, വസ്തുതകളെ മുൻനിർത്താത്ത ഒരു സ്വയം തോന്നുന്ന ഒരു ഫീലിംഗാണ്. എനിക്കൊരു സംസ്കാരമുണ്ട്, അതൊക്കെ വെറുതെ ഇരുന്ന് പറയാമല്ലോ. ഇതിപ്പോൾ നമുക്കിങ്ങനെ ഇരുന്ന് പറയാം, എൻ്റെ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ളൊരു പറച്ചിൽ മാത്രമായിട്ടുള്ളൊരു വ്യവഹാരത്തെ മുഖ്യധാരാ ചരിത്ര പഠനത്തിൻ്റെയും ചരിത്രത്തിൻ്റെ അക്കാഡമിക് സ്ട്രക്ചറിനകത്തേക്കും പഠനത്തിനകത്തേക്കും ഗവേഷണത്തിനകത്തേക്കും കുത്തിച്ചെലുത്തപ്പെടുക എന്ന് പറയുന്ന വളരെ അപകടകരമായ ഒരു അന്തരീക്ഷമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അതാണ് സത്യത്തിൽ നമ്മളിനി വളരെ ഗൗരവത്തോടെ കാണേണ്ടതും ചരിത്രരംഗത്ത് ഗൗരവമായി പ്രവർത്തിക്കുന്നവരും അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നവരും വളരെ ശക്തമായ പ്രതിവായനകളിലൂടെ കൃത്യമായ തെളിവുകളെ മുൻനിർത്തിയുള്ള പഠനങ്ങളിലൂടെ തിരുത്തേണ്ടതുമായൊരു കാര്യമെന്നാണ് ഞാൻ കരുതുന്നത്.